എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ 3-4 സൈസ് ചീര നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് സാമ്പാർ ചീര, തോരൻ വയ്ക്കാനും കറി വയ്ക്കാനൊക്കെ നല്ലതാണ്. ഇത് പൊന്നാങ്കണ്ണി ചീര നട്ടിട്ടേ ഉള്ളൂ. പൊന്നാങ്കണ്ണി ചീര പൊന്നാണ്, കണ്ണിന് കാഴ്ചയ്ക്കൊക്കെ വളരെ നല്ലതാണ്. വളർന്നു വരുമ്പോൾ കറി വയ്ക്കാം. ഇത് കൊഴുപ്പച്ചീര, പറമ്പിലൊക്കെ കാണുന്നതാണ്. ഇതിവിടെ ചട്ടിയിലും നട്ടിട്ടുണ്ട്. ഇതാണ് കൊഴുപ്പച്ചീര. ഇതും വളരെ നല്ല ഒരു ചീരയാണ്. ഇത് ചീരകളിൽ രാജാവായ ഛായാമൻസ ചീര. കപ്പയുടെ ഇലയും തണ്ടും പോലെയാണ് ഇതിൻ്റെ ഇലയും തണ്ടും. അതുകൊണ്ട് കപ്പച്ചീര എന്നും പറയും. മെക്സിക്കയാണ് ഇതിൻ്റെ ഉത്ഭവം, അതുകൊണ്ട് മെക്സിക്കൻ ചീര എന്നും പറയും. ഇതിന് ചെറിയൊരു കട്ടുണ്ട്, കപ്പയുടെ പോലെ തന്നെ. തളിരില വേണം എടുക്കാനായിട്ട്. കപ്പ വേവിച്ച് വെള്ളം ഊറ്റിക്കളയുന്ന പോലെ തന്നെ ഇതിനും ചെറിയൊരു കട്ടുണ്ട്. ഇത് ഒടിച്ച് നോക്കുമ്പോൾ അറിയാം, നല്ല കറയുണ്ട്. ഇതൊരു ചെറിയ തൈയാണ്, ഛായാമൻസ തന്നെ. അതിൻ്റെ കൂടി ഇല നുള്ളിയെടുക്കാം. ഈ ചീര വളരെ ഔഷധപ്രദമാണ്. ഷുഗറും വെരിക്കോസ് വെയിനൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. അയൺ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത്രയും ഇല കിട്ടി. കപ്പയുടെ ഇല പോലെ തന്നെയാണ് ഇത്. ഇനി ഇത് എന്താ ഒടിച്ച് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ കറ വരുന്നത്. ഈ കറയാണ് നമുക്ക് വിഷാംശം എന്ന് പറയുന്ന കെമിക്കലൊക്കെ ഉണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇത് വെക്കേണ്ട രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇനി ഇത് എൻ്റെ കറയും കട്ടുമൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഈ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് വെള്ളത്തിലും അരമണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം നന്നായി കഴുകിയെടുത്ത് ഇതുപോലെ അടുക്കി വെച്ചിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. സാധാരണ ചീരക്കറി വെക്കുന്ന പോലെ തന്നെയാണ്. പരിപ്പും ചേർത്ത് ഒഴിച്ചുകറിയാണ് ഞാൻ വെക്കുന്നത്. ഛായാമൻസ ചീര ഒഴിച്ചുകറി. ഇതെല്ലാം അരിഞ്ഞെടുക്കാം. ഇനി ഇതിനു വേണ്ടി 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അരമുറി തേങ്ങ, 2 തണ്ട് കറിവേപ്പില, ഒരു 10 ചുവന്നുള്ളി, 5 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ നല്ല ജീരകം. ഇത്രയും മതി. തേങ്ങയും 1/4 ടീസ്പൂൺ ജീരകവും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 വെളുത്തുള്ളിയും, ഒരു 5 ചുവന്നുള്ളിയും, 2 പച്ചമുളകും ചേർത്ത് അരച്ചെടുക്കാം. അരച്ചെടുത്തു. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 3 ചുവന്നുള്ളി കീറിയത് ഒന്ന് വഴറ്റി കൊടുക്കാം. 3 കഷ്ണം വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കീറിയതും ചേർത്തു. ഒരു 2 കറിവേപ്പിലയും ചേർത്തു ഒന്ന് വഴറ്റിയെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തു. വഴന്നു വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഛായാമൻസ ചീര ചേർത്ത് കൊടുക്കാം. ചീരയെല്ലാം ചേർത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, മൂടി വെക്കരുത്. തുറന്നു വെച്ച് തന്നെ വേവിക്കണം. മൺപാത്രത്തിലുണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അലൂമിനിയം പാത്രം എടുക്കരുതെന്നാണ് പറയുന്നത്. മൺചട്ടിയിൽ തന്നെ നമുക്ക് വേവിക്കാം. ഇനി ഒന്ന് 20 മിനിറ്റോളം തുറന്നു വെച്ച് ലോ ഫ്ലെയിമിൽ ഇളക്കി വേവിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തു. ഇരുപത് മിനിറ്റ് കഴിഞ്ഞു. ഇനി ഒരു 100 ഗ്രാം പരിപ്പ് വേവിച്ചതും കൂടെ ചേർത്ത് കൊടുത്തു. മിക്സ് ചെയ്യാം. ഇനി നമുക്ക് തേങ്ങ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ബൗൾ കഴുകി ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് തിളച്ച് വന്നാൽ മതി. ഈ സമയത്ത് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഛായാമൻസ ചീരക്കറി ഇവിടെ റെഡിയായി. ചീരക്കറി ഓഫ് ചെയ്തു. നമുക്കൊരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടുമ്പോൾ 2-3 ചുവന്നുള്ളിയും 2 വറ്റൽമുളകും ചേർത്ത് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ കിട്ടുന്നതാണ്. ചീരകളിൽ രാജാവാണ് ഛായാമൻസ ചീരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 2 കറിവേപ്പിലയും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഛായാമൻസ ചീര കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.